ഹലോ ഗൈസ്, ഇന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. ഓഫീസിൽ ഞാനേ ഇങ്ങനെ നോക്കുമ്പോ എല്ലാരും ഒന്ന് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ എന്താ പരിപാടി നോക്കുമ്പോഴാണ് എനിക്കൊരു മെയിൽ വന്ന് കിടക്കുന്നത്. മഹാരാഷ്ട്രം ഫെസ്റ്റ് ആണ്, കൾച്ചർ ഫെസ്റ്റ് ആട്ടോ. ഞങ്ങൾ ഓഫീസിൽ തന്നെ എംപ്ലോയീസ് ഇന്ന് ഫാഷൻ ഷോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഇന്ന് മാത്രമല്ല, നാളെയും മറ്റന്നാളൊക്കെ ഉണ്ട്. ഇന്ന് ഫാഷൻ ഷോ ആണ്, നാളെ ഫുഡ് ഫെസ്റ്റ് ആണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ രംഗോലി ഫെസ്റ്റ്, ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നോക്കുമ്പോ മഹാരാഷ്ട്ര സ്റ്റൈലിൽ ഞാൻ ഛത്രപതി മഹാരാജ് ശിവാജിന്റെ ഒക്കെ കോലത്തിൽ ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ എന്താ കോലം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. അവർ പറയുന്ന ഭാഷ ഒരു അക്ഷരം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഹിന്ദിയിലല്ല, മറാഠിയിലാണ്, മറാഠിയിൽ, മഹാരാഷ്ട്രം ഭാഷയിൽ. അപ്പൊ അതുകൊണ്ട് ഒരു അക്ഷരം മനസ്സിലാവാതെ ഞാൻ ഇങ്ങനെ വായ നോക്കി നിൽക്കുകയാണ്. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എനിക്കിന്ന് ഒരുപാട് വർക്ക് ഉള്ളതുകൊണ്ട് വരാൻ ലേറ്റ്. ഇത് കാണാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് ഓഫീസിൽ നിരന്ന് നിൽക്കുന്നത് കേട്ടോ. നിരന്ന് നിൽക്കല്ല, വട്ടം കൂടി തിരക്കി നിൽക്കുക എന്ന് പറയാൻ പറ്റും. അത് മുകളിലത്തെ ഫ്ലോർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അത്രയും ആൾക്കാരാണ്. അതായത് ഞാൻ വിചാരിച്ചിട്ട് ഇവർക്കൊന്നും ഒരു പണിയില്ല. കാരണം ഞാൻ സത്യത്തിൽ രാവിലെ മുതൽ, അതായത് ഒരു 8 മണി മുതൽ ഞാൻ ഓഫീസിൽ കയറിയിട്ടതാ. എനിക്ക് 4 മണിയായിട്ട് ഞാൻ ഫ്രീ ആയിട്ടില്ല, അത്രയും വർക്ക് ഉണ്ടായിരുന്നു. ആ എൻ്റെ വർക്ക് തീരാതെ ഞാൻ സത്യം പറഞ്ഞാൽ ചായ കുടിക്കാൻ വേണ്ടിയാണ് കഫറ്റേരിയക്ക് പോയത്. അപ്പോഴാണ് ഈ സത്യത്തിൽ ഇങ്ങനെ ഒച്ചപ്പാട് കണ്ടപ്പോൾ പോയി നോക്കിയത്. പിന്നെ മെയിലും കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ചെയ്തു, ഇവർക്കൊന്നും എന്താ പറയുക, ജോലിയൊന്നും ഇല്ലേ, ഈ കലാപരിപാടിയൊക്കെ നടത്ത സമയമുണ്ടോ. പിന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, എംപ്ലോയീസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് അവർ സമയം മാറ്റി വെക്കുന്നതായിരിക്കും. അപ്പൊ ഗൈസ് കുറെ നേരമൊക്കെ ഇങ്ങനെ നോക്കി നിന്ന്, പിന്നെ കുറെയൊക്കെ എന്ത് പറയാനാ, നമുക്ക് ഈ ഫാഷൻ ഷോ ഒരുപാട് കാണുമ്പോൾ ബോറടിക്കും. സത്യത്തിൽ എനിക്ക് അങ്ങനെ കേട്ടോ. കാരണം ഓരോരോ കണ്ടിട്ട് അത്ര ഒരു രസമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഓരോരുത്തർ വന്ന് പോകുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട് മനസ്സിലാവാത്ത ഭാഷയിൽ. പക്ഷെ ഇതൊക്കെ ഒരു വെറൈറ്റി ഡ്രസ് കോലങ്ങളാണ്, അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഓഫീസിൽ കണ്ടില്ല നിങ്ങൾ ആൾക്കാർ, എത്ര ആൾക്കാർ അത് കാണാൻ വേണ്ടി എങ്ങനെയാ വിടുന്നതൊക്കെ കാണുക. അത് നമ്മളിപ്പോ നേരെ എന്നാ കാണൂല എന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഫോൺ പൊക്കി പിടിച്ചാലേ കാണുള്ളൂ. അപ്പൊ അതാണ് അവസ്ഥ. അങ്ങനെ നേരെ ഞാൻ പോയതേ ബിസ്ക്കറ്റ് വാങ്ങാൻ കേട്ടോ. എനിക്ക് ചായ ചായ കുടിക്കാൻ, ചായക്കുള്ള സമയമുണ്ട്. അപ്പൊ നേരെ 2 ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിയിട്ട് ഞാൻ അങ്ങനെ നേരെ പോവാണ് ഗൈസ്. ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. കട്ടൻ കാപ്പിയാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. കട്ടൻ കാപ്പി ഇല്ലെങ്കിൽ കട്ടൻ ചായ, അപ്പൊ അതും ബിസ്ക്കറ്റും കൂടെ കൂട്ടി കഴിക്കാണ് ഗൈസ്. തിരിച്ചെല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ നേരെ ജോലിയിലോട്ട് പോവാണ് ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ, അടുത്ത വീഡിയോ കാണാം, ബൈ.